ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. ലോകം ഭാരതത്തെ നോക്കി വിറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നമ്മുടെ മണ്ണിൽ ചോരപ്പുഴയൊഴുക്കിയ, നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ, നമ്മുടെ സമാധാനം കെടുത്തിയ ആ ഭീകരവാദികൾക്ക് ഇനി ഒരു സെക്കൻഡ് പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. കാരണം നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന്റെ ആവനാഴിയിലെ ഏറ്റവും മാരകമായ അസ്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. അതിന്റെ പേരാണ് പ്രഹർ. ഇത് വെറുമൊരു പേരല്ല, ഇത് ഭാരതത്തിന്റെ ആത്മവീര്യമാണ്. 140 കോടി ജനങ്ങളുടെ സുരക്ഷാ കവചമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്താണ് പ്രഹർ? ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഭയം പടരുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭീകരവാദ താവളങ്ങളിൽ ഈ വാർത്ത എത്തിയപ്പോൾ അവിടെ പരിഭ്രാന്തി പരന്നത് എന്തുകൊണ്ട്? അമിത്ഷായുടെയും മോദിയുടെയും ഈ മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ശ്വാസം മുട്ടിക്കുന്നത്? ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെ ലോകത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഒന്നാമതെത്തിക്കുന്ന ആ വമ്പൻ പദ്ധതിയെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ ഓരോ നിമിഷവും നിങ്ങൾക്ക് പുതിയ അറിവുകളും അഭിമാനവും നൽകും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സുരക്ഷയെക്കുറിച്ചുള്ള ഒരു സത്യമാണ്, ഒരു പദ്ധതിയാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഭീകരവാദത്തിന് മതമില്ല എന്ന്. എന്നാൽ ഭാരതം ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നു ഭീകരവാദത്തിന് നീതീകരണവുമില്ല. പ്രഹർ എന്നാൽ ആഘാതം എന്നാണ് അർത്ഥം. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ നയരേഖയുടെ അന്തസത്ത സീറോ ടോളറൻസ് ടു ടെററിസം എന്നതാണ്. അതായത് ഭീകരവാദത്തോട് 0 വിട്ടുവീഴ്ച. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന പോയിന്റുകൾ? സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും ഇന്ത്യക്ക് വ്യക്തമായൊരു ഭീകരവിരുദ്ധ നയം ഉണ്ടായിരുന്നില്ല. ഓരോ അക്രമം നടക്കുമ്പോഴും അതിനനുസരിച്ചുള്ള താൽക്കാലിക നടപടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മോദി സർക്കാർ ഇത് മാറ്റിമറിച്ചു. ഇനി ഭാരതത്തിന് ഒരു ഭരണഘടന പോലെ വ്യക്തമായ ഒരു സുരക്ഷാ പ്രോട്ടോകോളും ഉണ്ടാവും. ഭീകരവാദിയെ വെടിവെച്ച് കൊല്ലുക എന്നത് അത് മാത്രമല്ല പ്രഹർ, മറിച്ച് ഒരു ഭീകരവാദി ജനിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതാക്കുക എന്നതാണ്. അവന് തോക്ക് നൽകുന്നവനെ, അവന് പണം നൽകുന്നവനെ, അവന് ഒളിത്താവളം ഒരുക്കുന്നവനെ, അവരെ എല്ലാം ഒരുപോലെ ശത്രുക്കളായി പ്രഹർ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഭീകരർക്കെതിരെ ഏറ്റവും കഠിനമായ ശിക്ഷ ഉറപ്പാക്കാൻ ഈ നയം സഹായിക്കും. UAPA പോലെയുള്ള നിയമങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഇത് വഴി തുറക്കും. ഒരു ഭീകരവാദിക്ക് തോക്ക് കിട്ടണമെങ്കിൽ പണം വേണം. ആ പണം വരുന്നത് എവിടെ നിന്നാണ്? ഹവാല ഇടപാടുകൾ, മയക്കുമരുന്ന് മാഫിയ, വ്യാജ കറൻസി, സൈബർ തട്ടിപ്പുകൾ, ഇവയെല്ലാം ഭീകരതയുടെ ഇന്ധനമാണ്. പ്രഹർ നയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ടെറർ ഫണ്ടിംഗ് തകർക്കുക എന്നതാണ്. ഹവാലയ്ക്കെതിരെ യുദ്ധം തന്നെ നടത്തും. വിദേശത്തു നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തുന്ന പണത്തിന്റെ ഒഴുക്ക് തടയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA തുടങ്ങിയ ഏജൻസികളെ ഏകോപിപ്പിക്കും. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ നിരീക്ഷിക്കാൻ ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഭാരതം ഉപയോഗിക്കും. പിന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വീടും പുരയിടവും ബാങ്ക് അക്കൗണ്ടുകളും നിമിഷ നേരം കൊണ്ട് കണ്ടുകെട്ടാനുള്ള അധികാരം ഏജൻസികൾക്ക് നൽകുന്നു. ഇതിനകം തന്നെ കശ്മീരിലും മറ്റും നമ്മൾ ഇത് കണ്ടു തുടങ്ങി. ഇനി അത് രാജ്യം മുഴുവനാണ് വ്യാപിക്കാൻ പോകുന്നത്. ഇന്ന് യുദ്ധം നടക്കുന്നത് അതിർത്തിയിൽ മാത്രമല്ല, സൈബർ സ്പേസിലുമാണ്. ഭീകരർ ടെലിഗ്രാമും ഡാർക്ക് വെബും ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ അവരെ പിടിക്കാൻ സാധാരണ പോലീസിംഗ് പോരാ. ഇവിടെയാണ് മോദി സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ കരുത്ത് കാണിക്കുന്നത്. പ്രഹർ നയപ്രകാരം AI ബേസ്ഡ് ഡിറ്റക്ഷൻ, അതായത് സംശയാസ്പദമായ നീക്കങ്ങൾ, ഫോൺ കോളുകൾ, ഇന്റർനെറ്റ് സെർച്ചുകൾ എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യും. ഒരു സ്ഫോടനം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടെത്താനുള്ള ശേഷി നമ്മുടെ ഏജൻസികൾ കൈവരിക്കും. കൂടാതെ ഫേഷ്യൽ റെക്കഗ്നീഷൻ, റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഇനി വെറും റെക്കോർഡിംഗ് മെഷീനുകളല്ല. പിടികിട്ടാപ്പുള്ളികളായ ഭീകരരുടെ മുഖം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തിരിച്ചറിയാൻ ഈ ക്യാമറകൾക്ക് സാധിക്കും. സൈബർ വാർ റൂം, ഭീകരവാദികൾക്കെതിരെ പോരാടാൻ ഇന്ത്യ ഒരു നാഷണൽ സൈബർ കമാൻഡ് രൂപീകരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ ഹാക്കർമാരെ പ്രതിരോധിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ അയൽപക്കത്ത് അസ്ഥിരത വിതയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പ്രഹർ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഭീകരതയെ പോറ്റി വളർത്തുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ലേസർ വേലികളും അതെല്ലാം വഴി അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം അസാധ്യമാക്കും. നരേന്ദ്രമോദി എന്ന ലോക നേതാവ് ഇന്ന് ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ്. UN പോലെയുള്ള വേദികളിൽ ഇന്ത്യ ഇന്ന് ആധികാരികമായി സംസാരിക്കുന്നു. ഭീകരതയെ രാഷ്ട്ര നയമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താൻ പ്രഹർ സഹായിക്കും. ഇന്റർപോൾ, FATF എന്നിവയുമായി ചേർന്ന് അന്താരാഷ്ട്ര ഭീകരരെ ഇന്ത്യയുടെ മണ്ണിൽ എത്തിച്ച് വിചാരണ ചെയ്യും. പ്രഹർ വെറും ഒരു പോലീസ് നടപടിയല്ല,
ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. സമൂഹത്തിലെ എല്ലാ തലങ്ങളെയും കോർത്തിണക്കിയാണ് ഈ നയം രൂപീകരിച്ചിരിക്കുന്നത്. തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടുന്ന യുവാക്കളെ തിരികെ കൊണ്ടുവരാൻ കൗൺസിലിംഗും വിദ്യാഭ്യാസ പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നു. മുൻപ് IB, സംസ്ഥാന പോലീസ് എന്നിവർക്കിടയിൽ വിവരങ്ങൾ കൈമാറാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രഹർ ഈ ഏജൻസികളെ ഒരൊറ്റ ചരടിൽ കോർക്കുന്നു. വിവരം ലഭിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആക്ഷൻ. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ, എന്നാൽ അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റമാണ് മോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നമുക്ക് സ്വന്തമായി മിസൈലുകളുണ്ട്, വിമാനവാഹിനി കപ്പലുകളുണ്ട്, ഇപ്പോൾ ഏറ്റവും കരുത്തുറ്റ ഭീകരവിരുദ്ധ നയവുമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ മാറ്റത്തിന് പിന്നിൽ. 2008 മുംബൈ ആക്രമണം പോലെ ഇന്നിനി ഇന്ത്യയിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല. ഈ ദൃഢനിശ്ചയമാണ് പ്രഹർ. ഭീകരവാദികളുടെ താവളങ്ങളിൽ ചെന്ന് അവരെ ഇല്ലാതാക്കാൻ മടിക്കാത്ത ഒരു സർക്കാരാണെന്നുള്ളത്. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും ആദ്യം ആക്രമിച്ചിട്ടില്ല. എന്നാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്നവനെ വെറുതെ വിട്ടിട്ടുമില്ല. പ്രഹർ ആ പഴയ പാരമ്പര്യത്തിന്റെ പുതിയ രൂപമാണ്. ഇത് ഭയമില്ലാത്ത ഭാരതത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രഹർ എന്നത് കേവലം ഒരു പദ്ധതിയല്ല, ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസമാണ്. നമ്മുടെ രാജ്യം സുരക്ഷിതമായ കൈകളിലാണെന്ന ഉറപ്പാണ്. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവും അമിത്ഷാ എന്ന ഉരുക്കു മനുഷ്യനും ചേർന്ന് ഒരുക്കിയ ഈ പ്രതിരോധ കവചം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഭീകരതയുടെ അന്ധകാരം ഒഴിഞ്ഞു പോവുകയാണ്. വികസിത ഭാരതത്തിന്റെ പുതിയ പുലരി ഉദിക്കുകയാണ്. ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം കൂടിയുണ്ട്. പ്രഹർ എന്നത് കേവലം ഒരു ആഭ്യന്തര നയരേഖ മാത്രമല്ല, അത് ആഗോളതലത്തിൽ ഭാരതം നടത്തുന്ന ഒരു ശക്തി പ്രകടനം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി, ഇനി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ട ഓരോ തീരുമാനവും, അത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാകട്ടെ, ട്രിപ്പിൾ തലാഖ് നിരോധിച്ചതാകട്ടെ, അല്ലെങ്കിൽ അതിർത്തിയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതാകട്ടെ, ഇതെല്ലാം ഭാരതത്തിന്റെ സുരക്ഷാ ചട്ടക്കൂടിനെ കൂടുതൽ ദൃഢമാക്കുകയായിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രഹർ. ഇനി ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഗുഹകളില്ല, അവർക്ക് പണം ഒടുക്കാൻ വഴികളില്ല, അവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സൈബർ ഇടങ്ങളില്ല. ഭാരതത്തിന്റെ ഈ പുതിയ നയം ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങൾക്കും ഒരു പാഠപുസ്തകമാണ്. എങ്ങനെയാണ് ഒരു രാജ്യം അതിന്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് മോദി സർക്കാർ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഈ പദ്ധതിയുടെ പൂർണ്ണമായ വിജയം എന്നത് കേവലം സർക്കാർ ഏജൻസികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ പിന്തുണയിലാണ്. നമ്മൾ ഓരോരുത്തരും ജാഗ്രതയുള്ള പൗരന്മാരായി മാറുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഉരുക്കു കോട്ടയായി മാറുകയാണ്. ശത്രുക്കളുടെ ഏത് കുതന്ത്രങ്ങളെയും തകർത്തെറിയാൻ കെൽപ്പുള്ള ഒരു പുതിയ തലമുറയെയാണ് പ്രഹർ വാർത്തെടുക്കുന്നത്. നമ്മുടെ വരും തലമുറയ്ക്ക് ഭയമില്ലാതെ സ്കൂളിൽ പോകാൻ, ഭയമില്ലാതെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ, ഭയമില്ലാതെ യാത്ര ചെയ്യാൻ ഈ ഒരു സുരക്ഷിത ഭാവിയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നതിനൊപ്പം സബ്കാ പ്രയാസ് കൂടി ചേരുമ്പോൾ മാത്രമേ ഭീകരതയെ നമുക്ക് ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാൻ കഴിയൂ. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഈ പ്രതിരോധത്തിന്റെ ശങ്കുലി ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഭാരതം ലോകത്തിന്റെ വിശ്വഗുരുവായി മാറുന്ന യാത്രയിൽ സുരക്ഷയാണ് ഏറ്റവും വലിയ അടിത്തറ. ആ അടിത്തറയിൽ പണിതുയർത്തുന്ന നവഭാരതം ലോകത്തിന് തന്നെ വെളിച്ചമായിരിക്കും. അതുകൊണ്ട് ഈ ചരിത്രപരമായ നീക്കത്തെ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം. ഭാരതത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക്, നമ്മുടെ ധീരരായ ജവാന്മാർക്ക്, ഈ നയം ആവിഷ്കരിച്ച ഭരണാധികാരികൾക്ക് നമുക്ക് തീർച്ചയായും ഒരു സല്യൂട്ട് നൽകണം, അല്ലെ? എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള ഭാരതത്തിന്റെ പുതിയ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.